ഇയാളെ ട്രെയിൻ തട്ടിയതായിരുന്നു കൊല്ലത്ത്. ട്രെയിൻ തട്ടിയുടെ ആളുടെ ഫ്രണ്ടിലത്തെ ഒരു കാലില്ല. ഇയാളെ റെസ്ക്യൂ ചെയ്യുന്ന ഞാനല്ല, ഒരു സാധാരണ മനുഷ്യനാ, മുസ്ലിമാണ്. ഇയാളുടെ അവസ്ഥ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്ത്. ഇയാളുടെ ഈ കണ്ണായിരുന്നു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാല് കാഴ്ച തിരിച്ചു കിട്ടിയില്ല. ഇയാളെ കോട്ടയത്തു നിന്നാണ് റെസ്ക്യൂ ചെയ്യുന്നത്. അവിടെ ഉള്ളൊരു റെസ്ക്യൂർ ആയിട്ടുള്ളൊരു ചേച്ചി ഇവിടെ എത്തിച്ചു തരുമായിരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആളുടെ 2 കണ്ണും പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആള് പക്ഷേ നല്ല ഫ്രണ്ട്ലി ആണ്. ഇയാൾ എന്നെ ഇതുവരെ ലൈഫിൽ കണ്ടിട്ട് പോലും ഇല്ല. ഇയാളുടെ പേര് കല്യാണി. ഇയാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത മാർക്ക് കാണാൻ പറ്റും. ഇയാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഇയാളുടെ കുടല് പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡസ്റ്റൈൻ പുറത്തു വന്നേക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ആളെ സർജറി നടത്തിയിട്ട് ഇപ്പം ഓക്കെയാണ്. ഷിറ്റ്സു ഡോഗാണ്. ആളെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് കണ്ണിന്റെ താഴെ ഒരു വലിയ മുറിവും പഴുപ്പ്. അതിപ്പോ മുറിവ് ഹീലായി വരുന്നേ ഉള്ളൂ. ആന്റിബയോട്ടിക് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 100 കണക്കിന് പുഴുക്കളുണ്ടായിരുന്നു. അത്രയും വലിയ ചെറിയ പുഴുക്കളല്ല, വലിയ പുഴുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ നോക്കിയിരുന്നൊരു ഡോഗായിട്ട് തോന്നുന്നില്ല. അതായത് കൊണ്ട് മാത്രമല്ല പ്രശ്നം ഉണ്ടായിരുന്നത്, ഫുള്ള് ദേഹം മൊത്തവും ഫുള്ള് ജഡയായിട്ട് നല്ല രീതിയിൽ നോക്കാതെ ഇട്ടിരുന്ന ഡോഗാണ്. കൂടുതലും ഈ കളയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തിയ ആൾക്കാർ തന്നെ ആയിരിക്കും ഇതിൽ കൊണ്ട് കളയുന്നത്. ഈ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുത്തു. അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് കൊണ്ടുവന്ന് കളയുന്നത്.